പത്തനംതിട്ടയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ, കക്കാട്, കല്ലാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. മൂഴിയാർ ഡാമിന്റെ 2-ാം നമ്പർ ഗേറ്റ് 10 സെന്റിമീറ്റർ ഉയർത്തിവച്ചിരിക്കുകയാണ്. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പമ്പ റിസർവോയറിൽ ആകെ സംഭരണ ശേഷിയുടെ 42.55% വെള്ളം മാത്രമാണുള്ളത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രവീൺ. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലടക്കം ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ പ്രതീക്ഷിക്കാം. നിലവിൽ എന്താണ് സാഹചര്യം? ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി പട്ടണത്തിന് സമീപമുള്ള ഇടക്കുളം എന്ന സ്ഥലത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം കയറി, പൂർണ്ണമായും വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. ഇപ്പം നമുക്ക് പാടശേഖരം കാണാം. എപ്പോഴും പമ്പാ നദിയിൽ നിന്ന് വെള്ളം കയറുമ്പോൾ അത് ആദ്യം ഒഴുകിയെത്തുന്നത് ഇങ്ങനെയുള്ള പാടശേഖരങ്ങളിലേക്കാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റാന്നി ടൗൺ ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മുങ്ങിപ്പോകുന്നതും അവർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നതൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പാടശേഖരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വെള്ളം ഒഴിഞ്ഞ ഒരു അവസ്ഥയാണ്. അതായത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മഴ കനക്കുകയാണെങ്കിൽ പമ്പാ നദിയിലേക്ക് വളരെ വേഗം വെള്ളം ഒഴുകിയെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റാന്നി മേഖലയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് റാന്നിയിലേക്ക് എത്തുന്നുണ്ട്. റാന്നി എം.എൽ.എ. പഴകുളം മധു പറഞ്ഞിരിക്കുന്നത് വ്യാപാരികൾക്കൊക്കെ അവരുടെ പരാതികളും വിഷമങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയുമായി പറയാം, പരാതിയൊക്കെ എഴുതി നൽകാം എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് തങ്ങളുടെ വിഷമങ്ങളൊക്കെ ഈ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് നൂറുകണക്കിന് വീടുകളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ റോഡിന്റെ ആ ഭാഗത്തും എതിർവശത്തുമൊക്കെ നൂറുകണക്കിന് വീടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 2 ദിവസത്തോളം അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. ഈ പാടശേഖരങ്ങളിൽ തീരത്ത് താമസിക്കുന്നവരാണ് ഇപ്പോൾ ഈ റാന്നി ടൗണിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭീതി എന്നുള്ളത്. ഇപ്പോഴും മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി വെച്ചിട്ടുണ്ട്. മൂഴിയാർ ഡാമിന് 3 ഷട്ടറുകളാണ് ഉള്ളത്. അതിൽ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ബാക്കിയുള്ള ഇടങ്ങളിൽ, അത് ഇടക്കുളം, വടശ്ശേരിക്കര, ഒപ്പം കോഴഞ്ചേരി, ആറന്മുള ഭാഗങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഈ റാന്നിയിൽ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ആറന്മുളയിലേക്ക് എത്തുന്നത്. ഇപ്പം നമുക്ക് ഈ പാടശേഖരം കാണാം. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ പോലും കഴിയില്ലായിരുന്നു. അത്രമാത്രം ഉയരത്തിൽ ഇവിടെ വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ പാടശേഖരത്തിന്റെ തീരത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. അവരും ആശങ്കയിൽ തന്നെയാണ്. ഇന്നലെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് വീടിന്റെയൊക്കെ 1-ാം നിലയിൽ കഴിയുന്നവർ സുരക്ഷിതരാണ് എന്ന് കരുതി 2-ാം നിലയിലേക്ക് മാറുന്നൊരു പതിവുണ്ട്. ഈ രക്ഷാപ്രവർത്തകരൊക്കെ എത്തുമ്പോൾ അവർ സാധാരണഗതിയിൽ മാറാൻ തയ്യാറാകില്ല. കാരണം അവരുടെ ഒരു പ്രതീക്ഷ വെള്ളം ഇനി ഇറങ്ങുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ മലയോര മേഖലയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ശബരിമല വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും. ആ വെള്ളം നേരെ പമ്പാ നദിയിലേക്കാണ് ഒഴുകിയെത്തുക. അങ്ങനെ ഒഴുകി എത്തി അത് പമ്പാ ത്രിവേണി വഴി റാന്നിയിലേക്കാണ് ആദ്യം എത്തുക. അതായത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ സൂചന ആദ്യം പത്തനംതിട്ട ജില്ലയിൽ ലഭിക്കുന്നത് റാന്നിയിൽ നിന്നാണ്. റാന്നിയിൽ എത്രമാത്രം വെള്ളം ഉയരും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആറന്മുളയിലെയും ചെങ്ങന്നൂരിലെയും ഒക്കെ കാര്യം എന്നുള്ളത്. അപ്പോൾ അത് അത്രയും പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ്. ഈ വ്യാപാരികൾ ഇന്ന് ഏതായാലും മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങളൊക്കെ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾക്ക് നഷ്ടപരിഹാരമൊക്കെ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നലെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യാപാരികളെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിലവിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ, അതായത് ഒരു കീഴ്വഴക്കം ഇത്തരം കാര്യങ്ങൾക്ക് ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ അനുമതിയൊക്കെ കാര്യത്തിൽ വേണം. അപ്പോൾ പരമാവധി സർക്കാരിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ഈ വ്യാപാരികൾക്ക് നൽകാൻ കഴിയും അതെല്ലാം ചെയ്യും എന്ന് ഇന്നലെ തന്നെ AP അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ വ്യാപാരികൾ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയേക്കാം. കാരണം 2018 മഹാപ്രളയത്തിൽ വലിയ നഷ്ടം ഈ റാന്നി മേഖലയിൽ ഉണ്ടായിരുന്നു. റാന്നി മുഴുവൻ മുങ്ങിപ്പോവുകയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നശിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇടത് സർക്കാരായിരുന്നു. ഇടത് സർക്കാർ അന്ന് നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് അന്ന് ഈ വ്യാപാരികൾക്ക് ഇടത് സർക്കാരിന്റെ കാലത്ത് മതിയായിട്ടുള്ള നഷ്ടപരിഹാരമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെയാണ് ഇന്നലെ ഈ വ്യാപാരികൾ തന്നെ, നഷ്ടം സംഭവിച്ച വ്യാപാരികൾ തന്നെ UDF മന്ത്രിസഭ വന്നപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും പറയുന്നത് മുൻ
കീഴ്വഴക്കം, അതായത് ഒരു കീഴ്വഴക്കം ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. എങ്കിലും സർക്കാരിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് പരമാവധി സഹായങ്ങൾ നൽകും എന്ന് ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള PC വിഷ്ണുനാഥും പത്തനംതിട്ട ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എന്തൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിനായി ഇന്നലെ അവലോകന യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. എങ്കിലും റാന്നി ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. കാരണം കാലാവസ്ഥ ഏത് നിമിഷവും മാറി മറിയാം. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് മഴയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏതായാലും ചാറ്റൽ മഴയുണ്ട്. കാലാവസ്ഥ ഏത് നിമിഷവും മാറി മറിയാം. ഒരുപക്ഷെ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ മാത്രമാണ് ഇനി ആശങ്കയുള്ളത്. അങ്ങനെ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ പമ്പാനദിയിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അത് റാന്നി മാത്രമല്ല, ആറന്മുളയും ചെങ്ങന്നൂരും അപ്പർ കുട്ടനാട് മേഖലയിലുമൊക്കെ അത് ആളുകൾക്ക് ഭീതി ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ മഴയ്ക്കൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അതോട് ആ രീതിയിൽ കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ മലയോര മേഖലയിലടക്കം പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തിരുവല്ലയിലെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കണം. വെള്ളം കയറിയ തിരുവല്ലയിൽ ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. ലോറികളിലും ബോട്ടുകളിലും നടത്തുന്ന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിരണം, പുളിക്കീഴ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. AB ജയശങ്കർ ഉണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണോ? ഇനിയും ആളുകളെ പ്രദേശത്തു നിന്ന് മാറ്റാനുണ്ടോ? അതായത് ഈ ആറന്മുള മേഖലയിൽ എത്തുന്ന വെള്ളം അത് പിന്നീട് കറങ്ങി തിരുവല്ല ഭാഗത്തേക്കാണ് എത്തേണ്ടത്. അതായത് ആറന്മുളയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ഉൾപ്പെടെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തിരുവല്ലയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കൃത്യമായിട്ടുണ്ട്. തിരുവല്ല നഗരത്തിന് പുറത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് ഭീതി അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വീടുകളിലൊക്കെ തന്നെ ചില ആളുകൾ തുടരുന്ന സാഹചര്യമുണ്ട്. ഇവരെയൊക്കെ മാറ്റാനുള്ളൊരു ശ്രമം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സംസ്ഥാന പാത, ഈ തിരുവല്ല വഴി പോകുന്ന അമ്പലപ്പുഴയ്ക്കുള്ള സംസ്ഥാന പാത ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമാക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത്രമാത്രം വെള്ളം ആറന്മുളയിലുണ്ട്. ആ വെള്ളം ഒഴുകി തിരുവല്ല മേഖലയിലേക്ക് എത്തണം. അപ്പർ കുട്ടനാട് മേഖലയിലേക്കാണ് ഒഴുകി എത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ വരും ദിവസങ്ങളിലും ഈ വെള്ളക്കെട്ട് തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സ്ഥിതിഗതികൾ രൂക്ഷമാക്കും എന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആളുകളെ വീടുകളിൽ കഴിയുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ പുളിക്കീഴ് മേഖലയിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ തുടരുന്നത്. വലിയ ഭീകര അവസ്ഥ തിരുവല്ല കേന്ദ്രീകരിച്ചുണ്ട്. തിരുവല്ല നഗരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും നഗരത്തിന് പുറത്ത് ഔട്ടർ മേഖലയിലാണ് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ തിരുവല്ലയുടെ ഈ പ്രതിസന്ധി അത് ഈ ആറന്മുളയിലെ വെള്ളം ഇറങ്ങുന്നതനുസരിച്ചായിരിക്കും തിരുവല്ലയിലെ പ്രതിസന്ധിക്കൊരു അയവ് വരിക. ഈ നദികൾ പമ്പാ നദി ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുന്നത് തിരുവല്ലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ലോറികളിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുള്ള ആളുകളെ മാറ്റാനുള്ളൊരു ശ്രമവും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു പ്രധാന പ്രശ്നം തിരുവല്ലയിലേക്ക് എത്താൻ ഉള്ള വിവിധ മേഖലകളിൽ ഈ ആറന്മുള ഭാഗത്തുനിന്ന് ഉൾപ്പെടെ തിരുവല്ലയിലേക്ക് എത്തേണ്ട ഇടങ്ങളിലെല്ലാം തന്നെ റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വലിയ വാഹനങ്ങളിലൊക്കെയാണ് രക്ഷാപ്രവർത്തകർക്ക് ഉൾപ്പെടെ തിരുവല്ല മേഖലയിലേക്ക് എത്താൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തിരുവല്ലയിലുണ്ട്. ഈ ആറന്മുളയുടെ വെള്ളത്തിന്റെ ഒരു പ്രതിഫലനമാണ് തിരുവല്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. വെള്ളക്കെട്ട് റോഡുകളിലുമൊക്കെയായി വെള്ളക്കെട്ട് തുടരുകയാണ്. രക്ഷാപ്രവർത്തനം മുറികളിലും മറ്റുമായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. AB ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.